ജോയ്മോൻ ജോസാണ് വിവരങ്ങളുമായി ചേർന്നത്. ജോയ്മോൻ, വലിയ പ്രതീക്ഷയിലായിരുന്നു ക്രിക്കറ്റ് പ്രേമികളൊക്കെയും. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി സൂചനകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ സ്റ്റേഡിയം മാറ്റിയേക്കുമെന്ന്. ഇപ്പോൾ ആ തീരുമാനം വന്നിരിക്കുന്നു. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ? സേതു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക് ഏറെ ആവേശത്തിലായിരുന്നു. അതായത് അന്താരാഷ്ട്ര ലോകകപ്പിനൊരു വേദിയാകാൻ കേരളം തയ്യാറാകുകയാണ്, അല്ലെങ്കിൽ കാര്യവട്ടം വേദിയാകുമെന്നുള്ള വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതിനെല്ലാം ഒരു തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ നവി മുംബൈയെ ഇന്ത്യൻ വേദികളിൽ നവി മുംബൈ ഇപ്പോൾ 4ാമതായി തെരഞ്ഞെടുക്കപ്പെടുകയും കാര്യവട്ടത്തെ ഒഴിവാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കാര്യവട്ടത്തെ ഒഴിവാക്കിയത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. കഴിഞ്ഞ സമീപകാലത്ത് തന്നെയുള്ള ICCയുടെ സംഘാടകർ ഉൾപ്പെടെ തന്നെ ഈ ലോകകപ്പ് നടത്തിപ്പിനായി കാര്യവട്ടത്തെത്തി പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നിട്ടും ഒരു അവസാന ഘട്ടം വരെ, അതായത് അവസാന റൗണ്ട് വരെ ഈ കാര്യവട്ടം, അതായത് അന്താരാഷ്ട്ര തലത്തിലൊരു വേദിയാകും, ലോകോത്തര കായിക ലോകത്തേക്ക് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്കും അഭിമാനമായി കേരളം എത്തുമെന്ന് തമ്മിലുള്ള പ്രതീക്ഷകൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതീക്ഷയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് ഇൻഡോർ, വിശാഖപട്ടണം, അതുപോലെ തന്നെ നവി മുംബൈയും ഗുവാഹത്തിയുമാണ് വേദിയായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട കാര്യം, ഈ നവി മുംബൈക്ക് തന്നെയാണ് BCCIയുടെ മുൻ അധ്യക്ഷനും അതുപോലെ തന്നെ ICC ചെയർമാനുമായ ഇപ്പോൾ ജയ്ഷായുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് നവി മുംബൈ വനിതാ മത്സരങ്ങൾക്ക് നവി മുംബൈ മികച്ചൊരു വേദിയാണ്. അവിടുത്തെ ആവേശവും കാണികളുടെ പങ്കാളിത്തവുമൊക്കെ വുമൻസ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നമ്മൾ കണ്ടതാണ് എന്നുൾപ്പെടെ ജയ്ഷ പ്രതികരിച്ചിരുന്നു. ഈ പ്രതികരണത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യവട്ടത്തിന് BCCIയുടെ അല്ലെങ്കിൽ ICCയുടെ പിന്തുണയില്ലായിരുന്നു, നവി മുംബൈക്കായിരുന്നു എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്കൊപ്പം ശ്രീലങ്ക കൂടി ഈ ലോകകപ്പിന് വേദിയാകും. കൊളംബോയിലായിരിക്കും ശ്രീലങ്കയിൽ നടക്കുന്ന മത്സരങ്ങൾ വേദിയാവുക. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇതുപോലെ സെമി അല്ലെങ്കിൽ അടുത്ത ഈ ടൂർണമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പാകിസ്ഥാൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ ഇന്ത്യയിലായിരിക്കില്ല, പകരം കൊളംബോയിലായിരിക്കും നടത്തുക എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം. അപ്പോൾ ഇതുതന്നെയായാലും കേരളത്തിലെ കായിക പ്രേമികൾക്ക് വൻ നഷ്ടമാണ് ഈ ഒരു മത്സരം. അതായത് വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വേദിയായി കാര്യവട്ടം വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുമെന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു. സേതു. ഓക്കെ, ജോയ്മോൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.